ഹായ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പൈപ്പ് ക്ലീനർ വെച്ചിട്ടൊരു ലില്ലി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കോമൺ ആണല്ലോ. അപ്പം അതിന് നമുക്ക് മൊത്തത്തിൽ 2 കളർ പൈപ്പ് ക്ലീനർ വേണം. ഇത് വേണ്ട, ഞാൻ എഴുതി കാണിച്ച പോലെ ഒരു 15 പീസ് വേണം നമുക്ക്. അത് നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് കളർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പെറ്റലിൻ്റെയും ബോർഡറി വേറൊരു കളറും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആദ്യത്തെ ഒരു ലോങ് എടുത്തിട്ട് അത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ 15 പീസ് ആക്കിയെടുക്കണം. എന്നിട്ട് അതെന്തെങ്കിലും ഒരു ചെറിയ കമ്പോ അല്ലെങ്കിൽ റീഫില്ലറിൻ്റെ എന്തെങ്കിലും വന്ന് വെച്ചിട്ട് അതൊന്ന് സ്പൈറലായിട്ട് ചുറ്റി എടുക്കണം. അങ്ങനെ 5 പെറ്റലിനുള്ള ഫുള്ള് നമ്മൾ ചെയ്തെടുക്കണം. ഈ പൈപ്പ് ക്ലീനർ വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ നല്ല രസമാണ്. കാരണം ഇതിൻ്റെ അകത്തൊരു ചെറിയ കമ്പി പോലെ പോയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ അകത്തോടെ ഒരു ചെറിയ കമ്പി പോലെ പുറത്തിങ്ങനെ കുറേ ഫ്ലഫി ആയിട്ട്. അപ്പം അത് നമുക്കിങ്ങനെ എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്ത് ആ ഷേപ്പിലോട്ട് അത് മാറിക്കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഒരു പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു വലുതും പിന്നെ ലൈറ്റ് പിങ്ക് കളർ ഒരു 3 കൂടെ വരുന്നത്. അപ്പോൾ അത് കണ്ടോ, അതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ 3 അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. 3 മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഈ റോസ് വെച്ചിട്ടൊരു ചെറിയ ടൈ കൂടെ അതിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ അത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ 5 പെറ്റൽസും എടുത്തു. അതിനുശേഷം നമ്മളിനി അതിൻ്റെ അകത്തോട്ട് കുറച്ച് സ്റ്റേമൻ പോലെ ആ ഒരു യെല്ലോ കളർ ബീഡ്സ് നടുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം, നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതും വെച്ച് അതിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്ത് പിന്നെ ഈ ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചാൽ ചെയ്താൽ അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഒട്ടും അത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഫുള്ള് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഈ ക്രാഫ്റ്റ് ആക്ച്വലി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാരണം ഇത് അത്രയ്ക്ക് എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ അത് അടിപൊളി, കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളുമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ നമുക്ക് അധികം സമയം വേണ്ട, ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. പെറ്റൽസ് എല്ലാം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്റ്റെം പോലെ വെച്ച് കൊടുക്കാം. അതും ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഫ്ലവർ അങ്ങനെ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കിനി അതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ ഒരു ലീഫും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളറ് ഒരു 2 പൈപ്പ് ക്ലീനേഴ്സ് എടുത്തു. സെയിം നമ്മൾ ആ നീളത്തിലുള്ള 2 ആയിട്ട് കട്ട് ചെയ്തു. അതൊന്നും കൂടെ ബെൻഡ് ചെയ്തു. നമുക്കതിന് നേരത്തെ ചെയ്ത കണക്ക് തന്നെ 3 പീസ് നമുക്ക് ലീഫ് ഉണ്ടാക്കാനായിട്ട് വെച്ച് ഒരെണ്ണം നമുക്കത് ടൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഫ്ലവർ ഉണ്ടാക്കി അതുപോലെ ആ പെറ്റൽ ഉണ്ടാക്കിയ രീതിയിൽ തന്നെ നമ്മൾ സെയിം അതിൻ്റെയും കൂടെ കുറച്ചും കൂടെ കുഞ്ഞായിട്ട് ലീഫിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതും കൂടെ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവർ റെഡിയായി. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണേ ഉണ്ടാക്കിയുള്ളൂ. ഇതുപോലെ നമ്മൾ ഒരുപാട് 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നമ്മുടെ ലില്ലി ഫ്ലവർ ഇവിടെ റെഡിയായി. സോ ഇതൊക്കെ ഞാൻ കുറച്ച് വേറെ ഉണ്ടാക്കിയേക്കുന്ന ഈ പൈപ്പ് ക്ലീനേഴ്സ് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ക്രാഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇടുക. താങ്ക് യു.